എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. മീഡിയ ഫോർ മലയാളം ന്യൂസ് അവതരിപ്പിക്കുന്ന ചരിത്രപഥത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിശോധിക്കുന്നത് അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്രമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട എന്ന് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനു വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണ് ഇത്. ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയുവാൻ 1684 അനുവാദം നൽകി. 1690 ഇവിടെ ഒരു കോടതി പണിയാനുള്ള അനുവാദവും ലഭിച്ചു. കോട്ട പണിതത് 1695 ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് കോട്ട ഉപയോഗിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരം താവളമായിരുന്നു ഇത്. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. 1695 അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളവുമായി നടത്തിയ ആദ്യ വ്യാപാര ഉടമ്പടിയുടെ പ്രതീകമായാണ് അഞ്ചുതെങ്ങ് കോട്ട തലയുയർത്തി നിൽക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായ സംഘടിത പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രദേശവും അഞ്ചുതെങ്ങാണ്. പിൽക്കാലത്ത് അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാരുടെ സൈനിക താവളമായും ഭരണ കേന്ദ്രവുമായും മാറി. 1721 ആറ്റിങ്ങൽ കലാപത്തിനും കോട്ട സാക്ഷ്യം വഹിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച കോട്ട പൂർണ്ണമായും വെട്ടുകല്ലിലായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. 20 വർഷം മുമ്പ് കോട്ട പൂർണ്ണമായും സിമന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് കാലങ്ങൾ പിന്നിട്ടപ്പോൾ കോട്ടയുടെ ചില ഭാഗങ്ങളിൽ വിള്ളലുകളും മറ്റും പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ കോട്ടയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലെ സംരക്ഷിത കേന്ദ്രമായ അഞ്ചുതെങ്ങ് കോട്ടയിലെ സെമിത്തേരിയിൽ കാണുന്ന ശവകുടീരങ്ങൾക്ക് ക്രിസ്തുവർഷം 1704 ആണ്ടോളം പഴക്കമുണ്ട്. കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകാനും കപ്പലിൽ നിന്ന് സാധനങ്ങൾ തിരികെ കോട്ടയിലേക്ക് എത്തിക്കാനുമായി ഒരു തുരങ്കം നിർമ്മിച്ചിരുന്നു. കന്നുകാലികൾ ഇതുവഴി ഇറങ്ങി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് തുരങ്കം പിന്നീട് അടച്ചുപൂട്ടി. കടലിനോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായാണ് അഞ്ചുതെങ്ങ് ഇന്ന് അറിയപ്പെടുന്നത്. വർക്കലയിൽ നിന്നും ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എത്തിച്ചേരുവാനും സാധിക്കും. വർക്കലയിൽ നിന്നും 12 കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററും അകലെയായാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ചരിത്ര അധ്യായവുമായി കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.